Hi everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ തേർഡ് സെമസ്റ്റർ BA-BSc റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പം കവിതകളാണ്. അതിൽ 5 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ, ഡ്രീം മിഡ് നൈറ്റ്, വാട്ട് വുഡ് യു ഡു, മുണ്ട ആൻഡ് കോൺ സോങ്സ്, അതർ വേൾഡ്ലി ഫോക്ക് ടെയിൽ. ഈ 5 കവിതകളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരൊറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ റിവിഷനാണ് ഇത്. ഒരു ക്വിക്ക് റിവിഷനാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ചാപ്റ്റർ വൈസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ വീഡിയോ ഞാൻ ഇട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസും ഓരോ ചാപ്റ്ററിന്റെ നിങ്ങൾ കണ്ടുപോകണം. ഷോർട്ട് ഫിലിംസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഷോർട്ട് ഫിലിം ആയിട്ട് തന്നെ കണ്ടുപോകാനും ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കവിതയാണ് സ്മോൾ ടൗൺസ് ആൻഡ് ദി റിവർ. അപ്പോൾ ഇതിൽ എങ്ങനെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒരു റിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സ്മോൾ ടൗൺസ് ആൻഡ് റിവർ ബൈ മാമങ് ദായ് ഇസ് എ പോയം ദാറ്റ് ടോക്സ് അബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് നേച്ചർ. ഈ ഒരു വരി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ പാഠഭാഗത്ത് നിന്ന് ഷോർട്ട് എസ്സേയോ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇതിൽ പാഠഭാഗത്തിന്റെ പേരുണ്ട്, റൈറ്ററിന്റെ പേരുണ്ട്, പിന്നെ ഈ ഒരു കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ലൈഫ്, ഡെത്ത്, നേച്ചറിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ഇത്രയും നമുക്ക് ആ ഒരു വരിയിൽ നിന്ന് കിട്ടും. പിന്നെ MCQന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ചു വെക്കുക. ദ പോയം ടേക്കൺ ഫ്രം എ കളക്ഷൻ ഓഫ് ദ പോയം ഇസ് കോൾഡ് ദ റിവർ പോയംസ്. അതിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു കവിത. ഇതിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദി നേച്ചർ ആണ് കവി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ ദ നീഡ് ടു പ്രിസേർവ് ദ നേച്ചർ, നമ്മൾ നേച്ചറിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഇപ്പം കാണുന്ന ടൗൺസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോയിറ്റിനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഓർമ്മിപ്പിക്കുന്നത്, ഡെത്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ടൗൺസ് ഡെത്തിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത്. ദെൻ പോയിറ്റ് ഓൾസോ ലാമെന്റ്സ് ദ ലോസ് ഓഫ് ഹെർ ലവ്ലി നേറ്റീവ് പ്ലേസ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ തൻ്റെ ആ ഒരു നേറ്റീവ് പ്ലേസ് ഒക്കെ ഇപ്പം നഷ്ടമായി എന്നുള്ള ഡെവലപ്മെന്റ്സ് വന്നപ്പോൾ നഷ്ടമായി എന്നുള്ള കാര്യം കൂടി അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദെൻ ഷീ തിങ്സ് ബർത്ത് ആൻഡ് ഡെത്ത് ആർ ഓൺലി പെർമനന്റ് തിങ്സ് ഇൻ ലൈഫ്, ഓൾ അതേഴ്സ് ആർ ഇംപെർമനന്റ്. നമ്മുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ടുള്ളത് എന്തൊക്കെ മാത്രമാണ്, ബർത്തും ഡെത്തും മാത്രമാണ് പെർമനന്റ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഇംപെർമനന്റ് ആണ് എന്നുകൂടി പറയുന്നുണ്ട്. ദെൻ ഇതിൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ചേർക്കുന്നുണ്ട്. ആൻസൈറ്റി എന്നുള്ളൊരു എലമെന്റ് ഇവിടെ വരുന്നുണ്ട്. അതായത് വളരും തോറും ഈ ഒരു ആൻസൈറ്റി കൂടി വരികയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കവിതയുടെ തീമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൽ മറ്റ് വരികൾ കീ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വരികൾ, ദ പോയം ട്രൈസ് ടു സ്പ്രെഡ് അവെയർനെസ് അബൌട്ട് ദി നേച്ചർ ആൻഡ് ദ നീഡ് ടു പ്രിസേർവ് ദ നേച്ചർ. ഇമ്പോർട്ടൻസ് ഓഫ് ദി നേച്ചറും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നേച്ചറിനെ പ്രിസേർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട്. ദെൻ ഹ്യൂമൻ ലൈഫ് ഈസ് ടെമ്പററി എന്നുള്ളൊരു കാര്യം കൂടിയും ഇതിൽ നോട്ട് ചെയ്യുക കേട്ടോ. ഹ്യൂമൻ ലൈഫ് ഈസ് ടെമ്പററി. നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ദെൻ വെറാസ് ഹ്യൂമൻ ഡെത്ത്സ് ആർ സോ ഫ്രീക്വന്റ്. ദ റിവർ ഈസ് ഇമ്മോർട്ടൽ. ഹ്യൂമൻ ഡെത്ത് സംഭവിക്കാം, പക്ഷെ ഒരു റിവർ എന്ന് പറയുന്നത് റിവർ ഈസ് ഇമ്മോർട്ടൽ. ഇത് ഈ ഒരു പാഠഭാഗത്തിൽ റിവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ലൈൻസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. റിവർ ഈസ് ഇമ്മോർട്ടൽ എന്നുള്ള ഒരു കാര്യം. അതേപോലെ എന്താണ്, ഹ്യൂമൻ ബീങ്സ് ഡൈ, നമ്മൾ മനുഷ്യന്മാരെല്ലാവരും മരിച്ചു പോകും. ബട്ട് നേച്ചർ ആൻഡ് എവറിഥിങ് ഇൻ ഇറ്റ് ഇൻക്ലൂഡിങ് റിവർ, സൺ കണ്ടിന്യൂ ടു ലീവ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് മരണപ്പെട്ടു പോകും, ഹ്യൂമൻ ബീങ്സ് ഡൈ എന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ ബീങ് ഡൈ. പക്ഷെ ബാക്കി എല്ലാതും എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, റിവർ വരും. റിവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കവിതയിൽ. സൺ ഉണ്ട്. ബാക്കിയെല്ലാം എന്താണ്, കണ്ടിന്യൂ ടു ലീവ്. ബാക്കി എല്ലാവരും കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ. ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഒരു വേർഡ്. ലൈഫ് ആൻഡ് ഡെത്ത് ഇത് ഈ ഒരു കവിതയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് കേട്ടോ. സോ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ്സ് ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ ദ പോയം ഒരു പെർമനൻസി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആണ് കാണിക്കുന്നത്. ക്ലിയർ ആയോ?
അപ്പം ഇത് മാത്രമേ പെർമനൻ്റ് ഉള്ളൂ, ലൈഫും ഡെത്തും മാത്രമേ പെർമനൻ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഇംപെർമനൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഏതൊരു പാഠഭാഗത്തിൻ്റെയും എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമോ അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എസ്സേയുടെ ആൻസർ ആയി. ഓക്കെ, ദെൻ ഷോർട്ട് എസ്സേ ആണ് നമ്മൾ അപ് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. പിന്നെ ഇവിടെ ഒരു സ്ട്രക്ചർ കൂടി കൊടുത്തിട്ടുണ്ട്, 7 സ്റ്റാൻസയാണ് വരുന്നത്. എന്താ പറയുക, അങ്ങനെ ഇറഗുലർ ആയിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്, സിമ്പിൾ ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഈ ഒരു കവിതയിലെ ലിറ്റററി ഡിവൈസ്, പോയിറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട് ഇതിൽ കേട്ടോ. പാരഡോക്സ്, പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, റിപ്പിറ്റേഷൻ, ദെൻ റീഫ്രെയിൻ, സിമിലി, ഇതെല്ലാം കൂടി അലിട്രേഷൻ ഒക്കെ കൂടി നമ്മൾ എഴുതേണ്ടി വരും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് ഈ എന്താ പറയുക പോയിറ്റിക് ഡിവൈസുകളെല്ലാം പഠിച്ചു പോവുക. ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാലും പോയിറ്റിക് ഡിവൈസ് എന്ന് ചോദിച്ചാലും ഈ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു കവിതയുടെ തീം ചോദിക്കാം, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ചോദിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് എഴുതിയാൽ മതി. പിന്നെ എന്താണ് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് സാഡ് റീത്ത് ഓഫ് ട്യൂബർ റോസസ്. ട്യൂബർ റോസസ് എന്ന് പറയുമ്പോൾ ഒരു ഡെഡ് പേഴ്സന്റെ ബോഡിയിൽ നമ്മൾ വെക്കുന്ന റീത്താണ് അല്ലേ. അപ്പം അതിൽ ആ ട്യൂബർ റോസസ് ആ ഒരു സാഡ് സൈറ്റാണ് നമുക്ക് അതിൽ കൊടുക്കുന്നത്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ് അവിടെ വരുന്നത്. ആ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഡ്രെഡ്ഫുൾ സൈലൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വലിയൊരു ശൂന്യത അല്ലെ, മരണശേഷം മരണത്തെക്കുറിച്ച് ഓർത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു സൈലൻസ്, ഭയാനകമായിട്ടുള്ള ഒരു മൂകതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ടൊറന്റ് ഗ്രീഫ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ടൊറന്റ് ഗ്രീഫ് എന്ന് പറയുമ്പോൾ റിവറിന്റെ ഡ്രൈ സീസണിൽ റിവറിന്റെ ആ ഒരു വിഷമത്തെയാണ്, സോറോനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കവിത എൻഡ് ചെയ്യുന്നത്. ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ട് നമ്മുടെ കവിതയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അത് നല്ലൊരു ജീവിതമാണ് എന്നുള്ളൊരു രീതിക്ക് നമ്മുടെ ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടോട് കൂടിയിട്ടാണ് കവിത അവസാനിക്കുന്നത്. അതായത് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, അത് ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ട് എന്നുള്ള ടേമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ, റിവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പിന്നെ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ടേം റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യം, ഇതെല്ലാം അവിടെ പഠിക്കാം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യുമ്പം ഡ്രീം മിഡ് നൈറ്റ്. ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്നത് ശ്രീധല സ്വാമി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. സോ ദ പോയം ഡ്രീം മിഡ് നൈറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഹെർ പോയട്രി റൺ ഫോർ ദി ഷാഡോസ്. നമ്മുടെ MCQ കുട്ടികൾ പഠിച്ചു വയ്ക്കുക. portrays mother's desperate attempt to save her son from illegal execution by drowning. ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പഠിക്കുക. ഇതിൽ ഒരു അമ്മയുടെ കഠിനമായ പരിശ്രമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സേവ് ഹെർ സൺ ഫ്രം ഇല്ലീഗൽ എക്സിക്യൂഷൻ ബൈ ഡ്രോണിങ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഡ്രോണിങ് അതായത് ഒരു കുട്ടിയെ മുക്കിക്കൊല്ലാനായിട്ട് ശിക്ഷ വിധിച്ചേക്കാണ്. അതിൽ നിന്നും തൻ്റെ മകനെ രക്ഷിക്കാനുള്ള അമ്മയുടെ കഠിന പരിശ്രമങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ ഷീ ഈസ് അവെയർ ദാറ്റ് ദ പീപ്പിൾ നോ ഹെർ സൺ ഈസ് വിത്ത് ഹെർ. അവൾക്കറിയാം, മറ്റുള്ളവർക്ക് അറിയാം ആ ഒരു മകൻ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ദസ് ഷീ ഈസ് എക്സ്പെക്ടിങ് ദാറ്റ് ദേ വുഡ് കം ടു ക്യാച്ച് ഹിം എനി ടൈം. അപ്പോൾ അതുകൊണ്ട് ആര് വേണമെങ്കിലും തൻ്റെ മകനെ പിന്തുടർന്ന് ഇപ്പം എത്തിയേക്കാം, അവനെ പിടിച്ചുകൊണ്ട് പോവാം എന്നമ്മ ചിന്തിക്കുകയാണ്. ദെൻ ഷീ ഡസ് നോട്ട് നോ വാട്ട് ഹെർ സൺ ഡിഡ്. അല്ലേ, ആ ഒരു അമ്മയ്ക്ക് അറിയില്ല മകൻ എന്ത് കുറ്റമാണ് ചെയ്തത്. ബട്ട് like every mother, she also believes that her son is innocent. Very important line. But like every mother, she also believes that her son is innocent. എല്ലാ അമ്മമാരെയും പോലെ ആ അമ്മ ചിന്തിക്കുന്ന കാര്യം എന്താണ്? തൻ്റെ മകൻ ഇന്നസെന്റ് ആണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. Then she thinks about the different possibilities of execution. She is unable to think about the execution by drowning. ആ അമ്മയ്ക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല, തൻ്റെ മകനെ മുക്കിക്കൊല്ലുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇതിൽ ആ ഒരു നമ്മുടെ ഈ ഒരു കവിതയുടെ സ്പീക്കർ എന്ന് പറയുന്നത് മദറാണ്. സ്പീക്കർ 2 മാർക്കിന് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ ഒരു കവിതയിൽ ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ കവിതയിലെ സ്പീക്കർ ആരാണ്? മദറാണ് സ്പീക്കർ. ഇതിലെ മകൻ എത്ര വയസ്സുണ്ട്?
12 years old. ഇതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ സ്ട്രക്ചർ 4 സ്റ്റാൻസയാണ്. ഇതിലും ഇറഗുലർ ലൈൻ കൗണ്ടോട് കൂടിയിട്ടാണ്. മദർ ആണ് സ്പീക്കർ ആയിട്ട് വരുന്നത്. ദെൻ 12 years കണ്ടോ, 12 years old സൺ വരുന്നുണ്ട്. എക്സിക്യൂട്ടഡ് ബൈ ഡ്രോണിങ്. അവനെ എങ്ങനെ കൊല്ലാനാണ് വിധിച്ചേക്കണേ? മുക്കിക്കൊല്ലാനാണ് അല്ലേ, വെള്ളത്തിൽ മുക്കിക്കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ ആ ഒരു അമ്മ എവിടെയാണ് തൻ്റെ മകനെ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? കാർഡ്ബോർഡിൽ അല്ലേ, ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കാർഡ്ബോർഡിന്റെ വാള് ക്രിയേറ്റ് ചെയ്തിട്ട്, ആ ഒരു വീടിനുള്ളിൽ കാർഡ്ബോർഡിന്റെ വാള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലാണ് തന്റെ മകനെ സേഫ് ആക്കി രക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഒരു കവിതയുടെയും എൻഡ് ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടോട് കൂടിയിട്ട് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇപ്പോൾ 2 കവിതയിലും ഒപ്റ്റിമിസ്റ്റിക്, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ആ 2 കവിതയും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ തൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോകുന്നവര് ആരായിരിക്കും എന്ന് ആ അമ്മ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ആ ഒരു പൈഗ്രേറ്റ്സ്, കടൽ കൊള്ളക്കാര്, ആ ഒരു ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിലുണ്ട് ആ ഒരു ചോദ്യമുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ ഡൗട്ട്സ് ദ റൂൾ ദ സ്പീക്കേഴ്സ് സൈക്ക് അബൌട്ട് ദ ഓർഡേഴ്സ് ദാറ്റ് ഹെർ സൺ ഈസ് ഗോയിങ് ടു ഫേസ് വൈൽ ബീയിങ് ക്യാപ്ചേർഡ്. അപ്പോൾ ഒരു പിടിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ പോകുന്ന നേരത്ത് തൻ്റെ മകൻ നേരിടാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് ആ അമ്മ എങ്ങനെയാ ചിന്തിക്കണേ എന്നുള്ളതാണ്. സോ ഷീ ഡൗട്ട്സ് ഹെർ സൺ പണിഷേഴ്സ് മൈറ്റ് ബി പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാരായിരിക്കാം അവനെ ശിക്ഷിക്കാൻ പോകുന്നത്. അവര് ആ ഒരു പ്ലാങ്ക്, ഈ ടേമൊക്കെ അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. പ്ലാങ്ക് എന്ന് പറയുമ്പം ഷിപ്പിന്റെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പലക പോലത്തെ ഒരു കഷ്ണമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ക്ലൗഡ്സിൽ അവൻ്റെ തല മുട്ടുന്ന രീതിക്ക് അവനെ നടത്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് അവൻ വെള്ളത്തിലേക്ക് വീണ് ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കാം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൻ ഇപ്പോൾ എനിക്കൊന്ന് ചേർത്ത് പിടിക്കാനോ എൻ്റെ സങ്കടങ്ങൾ ഒന്ന് ഹഗ് ചെയ്യാനോ എൻ്റെ സങ്കടങ്ങൾ പറയാനോ എനിക്ക് സമയമില്ല. കാരണം എന്താ, മകൻ എങ്ങനെയെങ്കിലും സേഫാക്കി രക്ഷിക്കണം, സേഫാക്കി ഒളിപ്പിക്കണം, ഹൈഡ് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് കരയാനൊന്നും ഇപ്പം നേരമില്ല എന്ന് ആ അമ്മ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ആ അമ്മയ്ക്ക് അറിയില്ല തൻ്റെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന്. ബട്ട് ലൈക്ക് എവ്രി മദർ ഷീ ബിലീവ്സ് ദാറ്റ് ഹെർ സൺ ഈസ് ഇന്നസെന്റ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഒപ്റ്റിമിസ്റ്റിക് നോട്ടോട് കൂടിയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പവർ ഓഫ് ഹ്യൂമൻ ഇമാജിനേഷൻ, അതായത് നമുക്കൊരു ഞാൻ അവന് എന്താ പറയുക, ചിറകുകൾ കൊടുത്തു, ആ ചിറകുകൾ ഉപയോഗിച്ച് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു എന്നൊക്കെ നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അതായത് ഈ ഒരു കവിതയിൽ നിൽക്കുന്ന ആ ഒരു ഫിയർ, പേടിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സൺ വന്നേക്കാണ്, അമ്മയുടെ അടുത്തേക്ക് സൺ എസ്കേപ്പ് ചെയ്ത് ഓടി രക്ഷപ്പെട്ട് വന്നേക്കാണ്. അമ്മയാണെങ്കിൽ സാഡാണ്, ഷോക്ക്ഡ് ആണ്. പക്ഷെ അമ്മയ്ക്ക് ഷീ ഹാഡ് നോ ടൈം ടു വേസ്റ്റ്, അമ്മയ്ക്ക് സമയം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. ദ മദർ ഹാഡ് ടു ഹൈഡ് ഹെർ സൺ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്, പുറമേ നിന്നുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി തൻ്റെ മകനെ സേഫാക്കി വെക്കണം എന്നുള്ള ഒരു കാര്യം. പിന്നെ കാർഡ്ബോർഡ് വാള് വീടിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് മകനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ അമ്മയ്ക്ക് എന്താണ് തൻ്റെ മകൻ ചെയ്തതെന്ന് ഡസ് നോട്ട് നോ, അറിയില്ല. ബട്ട് ലൈക്ക് എവ്രി മദർ ഷി ഓൾസോ തിങ്സ് ദാറ്റ് ഹെർ സൺ ഈസ് ഇന്നസെന്റ് ആൻഡ് ദ പണിഷേഴ്സ് ആർ ഹണ്ടിങ് ആൻ ഇന്നസെന്റ് ചൈൽഡ്. ഒരു ഇന്നസെന്റ് ചൈൽഡിനെയാണ് പണിഷേഴ്സ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഇനി അതിൽ നിന്ന് എസ്സേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ആ ഒരു ഫിയറിനെ കുറിച്ച് ചോദിക്കാം, ഒപ്റ്റിമിസ്റ്റിക് നോട്ടിനെ കുറിച്ച് ചോദിക്കാം ഷോർട്ട് എസ്സേ ആയിട്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ 3ാമത്തെ പാഠഭാഗത്തേക്ക് പോകുമ്പോൾ വാട്ട് വുഡ് യു ഡു എന്നുള്ള പാഠഭാഗമാണ്. നമ്മുടെ ഓം പ്രകാശ് വാൽമീകി എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വാട്ട് വുഡ് യു ഡു. ദ പോയം വാട്ട് വുഡ് യു ഡു റിട്ടൺ ബൈ ഓം പ്രകാശ് വാൽമീകി ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി ബൈ പ്രതീക് കാഞ്ഞിലാൽ. MCQ സ്റ്റുഡൻസ് നോട്ട് ദിസ് പോയിന്റ്. ആൻഡ് ഇതിൽ ദളിത്സിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത് അല്ലെ, ബൈ ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ ദളിത്സിനോട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ സ്വയം, അതായത് അപ്പർ കാസ്റ്റ് പീപ്പിൾ സ്വയം അവരെ വിളിക്കുന്നത് ഡിസെൻഡന്റ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ പിൻഗാമികൾ എന്നുള്ള ഒരു ഇതാണ് അവരെ തന്നെ സ്വയം വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് ദളിത്സ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. എന്താണ്
അപ്പർ കാസ്റ്റ് പീപ്പിളിൻ്റെ അടുത്തുനിന്നും കുറേ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ വിഷമം നിറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഓം പ്രകാശ് വാൽമീകി ആസ്ക്ഡ് ടു ലീവ് ദ ലൈഫ് ഓഫ് ദളിറ്റ്സ് ടു അപ്പർ കാസ്റ്റ്. ഇവിടെ നമ്മൾ ചോദ്യമാണ്, വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ആരോട് ചോദിക്കുന്നതാ? ദളിറ്റ്സ് അപ്പർ കാസ്റ്റ് പീപ്പിളിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ സന്ദർഭങ്ങൾ എടുത്തു തന്നിട്ടും, അതായത് ചത്ത മൃഗങ്ങളുടെ ആ ഒരു ബോഡി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ദളിറ്റ്സ്. ഈ ഒരു അവസ്ഥയിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താ ചെയ്യുക? ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് എടുത്തിട്ട് നമ്മുടെ അപ്പർ കാസ്റ്റ് പീപ്പിളിൻ്റെ അടുത്ത് ദളിതായിട്ടുള്ള നമ്മുടെ പോയിറ്റ് ഓം പ്രകാശ് വാൽമീകി ചോദിക്കുകയാണ്, വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്നുള്ളത്. അപ്പോൾ അപ്പർ കാസ്റ്റ് പീപ്പിളിൻ്റെ അടുത്ത് നമ്മുടെ ദളിത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഹി ആസ്ക്ഡ് ദം what they would do if forced to live a life that the Dalits undergo. നമ്മുടെ ദളിറ്റ്സ് ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ what would you do, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ലൈനാണ് what would you do എന്നുള്ളത്. നമ്മുടെ ടൈറ്റിലിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈറ്റിൽ മാത്രമായിട്ടും നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ ഇത് റിഫ്രെയിൻ കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രെയിൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്ന ലൈനാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ ഉടനീളം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാം, എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ കവിതയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരെയാണ് ഡെസൻഡന്റ് ഓഫ് ദി ഗോഡ്സ് എന്ന് വിളിക്കുന്നത്? അപ്പർ കാസ്റ്റ് പീപ്പിൾ ആണ്. അങ്ങനെ അവർ സ്വയം വിശ്വസിക്കുകയാണ് അങ്ങനെ കേട്ടോ. ദെൻ ഹൗ ദളിത് വിമൻ ആർ tamed in the name of religion. The religion forced the Dalit women become Devadasis. ദളിത് വുമനെ ദേവദാസി ആക്കിയിട്ടാണ് അവർ എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആവാനായിട്ട് ഫോഴ്സ് ചെയ്യാണ് ദളിത് വിമൻസിനെ കേട്ടോ. ഇനി അടുത്തത്, why are Dalits kept away from the threshold of the temple of learning? അതായത് ആ ഒരു അറിവിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ദളിറ്റ്സിനെ മാറ്റി നിർത്തിയിരുന്നത്? കാരണം അപ്പർ കാസ്റ്റ് പീപ്പിള് പേടിച്ചിരുന്നു. ദേ ഫിയർ that once the Dalits have attained the education, they will stand against them. അതായത് ഒരിക്കൽ അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെ നിന്ന് സംസാരിക്കും. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുവരും, ഒരു ശക്തിയും ഒരു ധൈര്യമൊക്കെ വരുമല്ലോ നമുക്ക് എതിർത്ത് പറയാനൊക്കെ. അപ്പം അങ്ങനെയായി മാറും എന്ന് വിചാരിച്ചിട്ടാണ് ദളിറ്റ്സിനെ അലോ ചെയ്യാത്തത്. അപ്പം ഇതിൽ നമ്മൾ കവിത പറഞ്ഞ സമയത്ത് കവിതയിലെ ലൈൻസിൽ തന്നെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് മെയിൻ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് എല്ലാവരും അപ്പർ കാസ്റ്റിലുള്ള എല്ലാവരും ദളിറ്റ്സിനെ കാണുന്നത് സ്ലേവ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെ കൊണ്ട് എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. ഡിസ്പോസ് ഓഫ് ഡെഡ് എനിമൽസിന്റെ ബോഡി കൊണ്ടിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട കടമ ദളിറ്റ്സിനാണ്. അതേപോലെ തന്നെ ഈ ടോയ്ലറ്റ്സിലത്തെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ, ടോയ്ലറ്റ്സിലെ വേസ്റ്റ് ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ടാണ്. അതേപോലെ ഫാമിലിയുടെ വേസ്റ്റ് അവരോടാണ് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് പറയുന്നത്. ദെൻ ദളിത് ചിൽഡ്രൻ്റെ അടുത്ത് നടത്തുന്ന പ്രശ്നങ്ങളുണ്ട്. ദളിത് ചിൽഡ്രന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്, അവർക്ക് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കണം. അതേപോലെ അവരുടെ തന്നെ ലാൻഡിൽ അവർ ഒരു സ്ലേവ്സിനെ പോലെ പണിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം ഒരു സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ക്രൂരത ഉണ്ടല്ലോ, വിമൻസിനോട് കാണിക്കുന്ന ഒരു ക്രൂരത. അതേപോലെ തന്നെ ലെഫ്റ്റ് ഓവർ ഫുഡ് അതായത് ബാക്കി വന്ന ഭക്ഷണമൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, ബാക്കിയുള്ളവർ ഉപയോഗിച്ച ഡ്രസ്സാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ പബ്ലിക് വെല്ലിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. പബ്ലിക് വെല്ലിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ അത്രയും വെയിലത്തൊക്കെ പണിയെടുക്കേണ്ടി വരുന്നുണ്ട് ദളിറ്റ്സ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നമ്മുടെ കവിതയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദളിറ്റ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് ചോദിച്ചാൽ ഇതൊക്കെ
അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് സെന്റൻസ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ എസ്സേ ഇതിൽ നിന്ന് ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലും ദളിറ്റ്സ് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നാട്ടിലില്ലാന്നേ ഉള്ളൂ, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ദളിറ്റ്സ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റി നിർത്തലും എക്സ്പ്ലോയിറ്റേഷനും ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് ഈ ഒരു പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം അതാണ് ഈ ഒരു ചാപ്റ്റർ. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മുണ്ട ആൻഡ് കോന്ത് സോങ് ആണ്. മുണ്ട സോങ് എന്ന് പറയുന്നത് ഒരെണ്ണവും കോന്ത് സോങ് എന്ന് പറയുന്നത് മറ്റൊരെണ്ണമാണ്. രണ്ടെണ്ണം നമ്മുടെ ഈ ഒരൊറ്റൊരു കവിതയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുണ്ട ട്രൈബിനെ, അവരുടെ മുണ്ട സോങ്ങിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. മുണ്ടാസ് ആർ നോൺ ആസ് ഹൊറോൺ ഓർ മുറ, മീനിങ് ഹെഡ്മാൻ ഓഫ് ദ വില്ലേജ്. മുണ്ടരി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദെൻ മുണ്ട സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് നോക്കേണ്ട ലൈൻ, ഓക്കെ, അവരുടെ ആ ഒരു ലാംഗ്വേജിൽ എഴുതിയ കവിതകളാണ് മുണ്ട സോങ്. എ മുണ്ട സോങ് ഓൺ ദ ബർത്ത് ഓഫ് എ സൺ ഓർ ഡോട്ടർ ഇൻ മുണ്ട ഫാമിലി. മുണ്ട ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ജനന സമയത്ത് പാടുന്ന പാട്ടാണ് മുണ്ട സോങ് എന്ന് പറയുന്നത്. അവിടെ ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ കൗ ഷെഡ് ഫുൾ ഓഫ് കൗസ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് കൗ ഷെഡ് ഫിൽഡപ്പ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയും, ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ കൗ ഷെഡ് ഡിപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുമായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു വരി തന്നെ നമുക്ക് മനസ്സിലാക്കാം. മുണ്ട ഫാമിലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെൺകുട്ടികളുടെ ജനനത്തിനാണ്. പെൺകുട്ടികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ആ ഒരു കവിതയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് മുണ്ട സോങ്. പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ കൗഷെഡ് ഫിൽഡപ്പ് ആയിരിക്കുന്ന അവസ്ഥ. കൗഷെഡിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം മുണ്ടാസ് എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ എന്താ പറയുക ടൈം ചെലവഴിക്കുന്നത് ഈ പറയുന്ന കാറ്റിൽ റയറിങ് അല്ലെങ്കിൽ കന്നുകാലി വളർത്തലൊക്കെ ഉണ്ടല്ലോ, കൃഷി കാര്യങ്ങൾക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ കൗഷെഡുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു ബേസിക് ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ത്രൂ അഗ്രികൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൗഷെഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി മുണ്ട സോങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോന്ത് സോങ്സിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം. കോൺ സോങ് എന്ന് പറയുമ്പോൾ ഇത് മരണസമയത്ത്, മുണ്ട സോങ് ജനന സമയത്ത് പാടുന്നതാണെങ്കിൽ ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പാടുന്ന പാട്ടാണ് കോൺ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺ സോങ് ഈസ് യൂഷ്വലി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പാടുന്ന പാട്ടാണ് കോൺ സോങ് എന്ന് പറയുന്നത്. ആസ് പെർ their belief, the soul of dead person who is so intimate to his home will be reluctant to leave earth even after death. അവരുടെ വിശ്വാസപ്രകാരം പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ മരണശേഷവും ആ ഒരു ഫാമിലിയിൽ നിന്ന് വിട്ടു പോകില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിട്ടു പോകാൻ വേണ്ടി പാടുന്ന പാട്ടാണിത്. ഞങ്ങൾക്ക് ദ്രോഹമൊന്നും ചെയ്യാതെ തിരിച്ചു പോകണം എന്ന് പറയുന്നൊരു പാട്ടാണ് ഈ പറയുന്ന കോൺ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺ സോങ് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫൗളിനെയൊക്കെ, ബേബി ഫൗളിനെ, അതായത് കോഴിക്കുഞ്ഞിനെയൊക്കെ നമ്മളിങ്ങനെ ബലി കൊടുക്കില്ലേ, അങ്ങനെ കോഴിക്കുഞ്ഞിനെയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, ദിസ് സോങ് is a request to dead spirit not to trouble those who are alive in the family by its visit. അപ്പോൾ വിസിറ്റ് ചെയ്തോട്ടെ, പക്ഷേ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയിൽ ട്രബിൾ ഒന്നും ഉണ്ടാക്കരുത്, ആരെയും ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഈ തരുന്ന ബേബി ഫൗളിനെയും കൊണ്ട് പോകണം എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് സോങ് ആണ്. ഡെഡ് സ്പിരിറ്റിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കോൺ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ബേബി ഫൗൾ എന്നൊക്കെ ഉണ്ട്, ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കവിതയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിൽ കൗഷെഡിനെ കുറിച്ച്, പിന്നെ കോൺ സോങ്ങിൽ ഡെഡ് സ്പിരിറ്റിൻ്റെ കാര്യം, സ്മോൾ ബേബി ഫൗൾ കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഈ ഒരു ഇതിലെ ലാസ്റ്റ് കവിത, ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് കവിതയാണ് അതർ വേൾഡ്ലി ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത്. ഗീത് ചതുർവേദിയുടെ ഒരു പാഠഭാഗമാണ്. നമുക്ക് കാണുമ്പോൾ ഇത് ഒരു സ്റ്റോറി ആയിട്ട് തോന്നും, പക്ഷെ കവിതയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോറി പോലെ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. ഇതിൽ ബുദ്ധയുടെ കുറച്ച്
കാര്യങ്ങൾ, ബുദ്ധ ടേംസ്, സൂത്ര കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സീഡാണ്. എർത്തും സീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരെ പോലെയാണ് പറയുന്നത്? ഒരു മദറും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെയാണ് പറയുന്നത്. സീഡ് ഏറ്റവും ആദ്യം എർത്തിന്റെ ലാപ്പിലായിരുന്നു. ആ ഒരു എർത്ത് മീൻസ് ഇവിടെ മദർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മദർ എർത്തിന്റെ ലാപ്പിലായിരുന്നു സീഡ്. സീഡിന് വളരാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്ത് എന്ന് ക്വസ്റ്റ്യൻ വരാം. സീഡിന് ഇഷ്ടമില്ലാഞ്ഞത് അത്രയും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് ആ ഒരു എർത്തിന്റെ ലാപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് വളരാനായിട്ട് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ മഴ പെയ്തു. എർത്ത് ഒന്നാമത് അത്രയും തേഴ്സ്റ്റി ആയിരുന്നു, ദാഹിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ മഴ വന്നപ്പോൾ എർത്ത് ആ ഒരു മഴത്തുള്ളികളെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ സീഡിന് വെള്ളം തട്ടി ഇപ്പോൾ വളരാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ വളരാതിരിക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട് എന്നും ക്വസ്റ്റ്യൻ വരാം. മഴ പെയ്തപ്പോഴാണ് സീഡ് വളർന്നത്. അങ്ങനെ വളർന്ന് വലുതായി അത്രയും വലിയൊരു ട്രീ ആയപ്പോൾ മദറും ട്രീയും തമ്മിൽ വലിയ അകലമായില്ല. എർത്തും ട്രീയും തമ്മിൽ ഒത്തിരി ഒരു എന്താ പറയുക, ട്രീയുടെ ഷാഡോ മാത്രമാണ് എർത്തിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വലുതാകുന്ന സമയത്തായാലും മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ നിഴൽ മാത്രമായിരിക്കും ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പണ്ടത്തെ പോലെ ഏത് നേരവും അമ്മമാരുടെ അടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, പക്ഷെ എൻഡ് ഓഫ് ദ പോയം പറയുന്നത് നമ്മൾ എത്ര വലുതായാലും നമ്മൾ അമ്മമാരുടെ കണ്ണിൽ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പൊ എർത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സീഡ് എത്ര വലുതായി ഒരു ട്രീ ആയിട്ട് മാറിയാലും എർത്തിന്റെ കണ്ണിൽ ആ ഒരു ട്രീ ഇപ്പോഴും സീഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ഹ്യൂമൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ എത്ര വലുതായാലും അമ്മമാർക്ക് കുഞ്ഞു കുട്ടികൾ തന്നെയാണ് നമ്മൾ എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ എത്ര അച്ചീവ്മെന്റ്സ് നേടിയെടുത്താലും ആ ഒരു റൂട്ട് നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോഴും ആ ഒരു ട്രീയുടെ റൂട്ട് എവിടെയാണ്? എർത്തിലാണ്. അതേപോലെ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ റൂട്ട് അമ്മയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കമ്പയർ ചെയ്ത് പറയേണ്ടത് കേട്ടോ. അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. സോ ത്രൂ ദ പോയം ദ പോയിറ്റ് അഡ്വൈസസ് ദ റീഡേഴ്സ് നോട്ട് ടു ബി ഇൻടോക്സിക്കേറ്റഡ് ബൈ വിക്ടറീസ് ദാറ്റ് വി അച്ചീവ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ എത്ര അച്ചീവ്മെന്റ്സ് ഉണ്ടായാലും നമ്മൾ അതിൽ മതിമറന്ന് നിൽക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ പാഠമായിട്ട് വരുന്നത്. ഇതിലൊരു ബുദ്ധന്റെ കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ചോദ്യങ്ങളുണ്ട്. എർത്ത് ഇമാജിനേഷൻ ആണ്, അതാണ് ബുദ്ധ ഇതായിട്ട് ടേം ആയിട്ട് പറയുന്നത്. യു ആർ മിയർലി എർത്ത്സ് ഇമാജിനേഷൻ. ഇത്ര വളർന്ന് വലുതായത് എർത്തിന്റെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്, നീ ഇപ്പോഴും സീഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ 5 കവിതകൾ. അപ്പോൾ നിങ്ങൾ ഈ 5 കവിതകളും 1 by 1 ആയിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കണം. ഇതൊരു ക്വിക്ക് റിവിഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് അവസാനം കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് മൊഡ്യൂൾസ് വേഗം അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.